ട്വിങ്കിൾ ശിക്കാരി ശംഭു. കുമാരപുരിയിലെ ജനങ്ങൾ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. എനിക്ക് കുറേ പച്ചമരുന്ന് കിട്ടി. എനിക്ക് കുറേ വിറകും കിട്ടി. ഹരിതഗിരി എന്ന കാട്ടിൻ്റെ അടുത്തായിരുന്നു കുമാരപുരി. പട്ടണത്തിൽ പോയാൽ ഇതിനെല്ലാം നല്ല വില കിട്ടും. അതെ അതെ. നമ്മുടെ അഭിവൃദ്ധിക്കെല്ലാം കാരണം ഹരിതഗിരിയാണ്. ഇക്കൊല്ലവും വനപൂജ ചെയ്യണം. പെട്ടെന്ന് രക്ഷിക്കണേ. എന്തു പറ്റി? ഭൂതം, കാട്ടിലൊരു ഭയങ്കര ഭൂതം. ഹരിതപുരിയിലോ? തോന്നിയതാവും. അവിടെ കറുത്ത ഒരു രൂപം. പേടി കാരണം ഗ്രാമീണർ പിന്നെ കാട്ടിലേക്ക് പോയില്ല. ഇങ്ങനെ പോയാൽ നമ്മൾ പട്ടിണിയാവും. പോലീസിൽ വിളിച്ച് സഹായം ചോദിക്കാം. പോലീസ് വിവരമറിഞ്ഞപ്പോൾ ശിക്കാരി ശംഭുവിനെ വിളിക്കാം. വേഗം. വൈകാതെ ശംഭുവും പോലീസും 2 ഗ്രാമീണരോടൊപ്പം കാട്ടിലെത്തി. അയ്യോ, മണ്ണിടിച്ചിലാണോ? അല്ല, ആരോ കല്ലെറിഞ്ഞതാ. അതോ അവിടെ ഒരു ജീവി. ആ ജീവി താഴത്തെ കൊമ്പിലേക്ക് ചാടി. അതിന് കൊമ്പുണ്ടല്ലോ. എന്തൊരു നീണ്ട കൈ. 2 കാലിൽ നിൽക്കാനും അറിയാം. ഇവിടുന്ന് പോകുന്നതാ ബുദ്ധി. അയ്യോ, ഓടുന്നത് റിസ്കാ. ഈ കുഴിയിൽ ഒളിക്കാം. ശേ. മറ്റെല്ലാവരും ഓടി ഗ്രാമത്തിലെത്തി. ഹോ, അതേത് ജീവി? കണ്ടാൽ പേടിയാവും. അതുതന്നെയായിരുന്നു ശംഭുവിൻ്റെയും ആലോചന. ഗറില്ലയാണോ? അതോ ഹിമാലയത്തിൽ കാണുന്ന യതിയോ? അല്പം കഴിഞ്ഞ് ശംഭു പുറത്തെത്തി. ആരെയും കാണാനില്ലല്ലോ. ശംഭു ഗ്രാമത്തിലേക്കുള്ള വഴി തിരഞ്ഞു. അയ്യോ, നേരം ഇരുട്ടി. രാത്രിയായപ്പോൾ ശംഭുവിന് പേടിയായി. ഇരുട്ടത്ത് നടക്കുന്നത് ബുദ്ധിയല്ല. രാത്രിയിൽ ഈ മരത്തിലിരിക്കാം. പക്ഷേ അയ്യോ, ശംഭുവിൻ്റെ ഭാരം കാരണം മരക്കൊമ്പ് ഒടിഞ്ഞു. വീണത് ഒരു വീടിൻ്റെ മുകളിൽ. ഇതാരുടെ വീടാ? ശംഭു അകത്തേക്ക് നോക്കി. അകത്ത് വെളിച്ചമുണ്ടല്ലോ. അവിടെ പലതരം മരുന്നുകളും തടി കഷ്ണവും തേനുമെല്ലാം വെച്ചിരുന്നു. ഭീകരജീവി. ഭീകരജീവി പെട്ടെന്ന് കൊമ്പും നഖവും മുഖംമൂടിയും ഊരി. ഹമ്പടാ, കള്ള വേഷം മാറി പറ്റിച്ചതാണല്ലേ. അതോടെ ശിക്കാരിക്ക് ധൈര്യമായി. എൻ്റെ തോക്കിവിടെ. പക്ഷേ തോക്കിന് പകരം മേൽക്കൂരയിലെ മുളയാണ് ശംഭു വലിച്ചെടുത്തത്. അതോടെ കള്ളന്റെ ബോധം പോയി. ഹാവു, വേഗം ഇവനെ കെട്ടിയിടാം. ബോധമില്ലാത്ത ജീവികളെ ശംഭു നിസ്സാരമായി പിടിക്കും. എന്നോടാ കളി. ഈ സമയം ഗ്രാമത്തിൽ ശിക്കാരിയെ കണ്ടില്ലല്ലോ. നമുക്ക് അന്വേഷിക്കാം. പക്ഷേ ശിക്കാരിയുടെ ജീപ്പ് എടുക്കാം. ഏത് മൃഗവും വെളിച്ചമടിച്ചാൽ പേടിക്കും. അങ്ങനെ എൻ്റെ ജീപ്പിൻ്റെ ശബ്ദം. ശിക്കാരി, ശിക്കാരി. ഇതായിരുന്നു ആ മൃഗം. ഹോ, ശിക്കാരിയുടെ ഒരു ധൈര്യം. ഇത് കാട്ടുകള്ളൻ ഡംബോയാ. ഗ്രാമീണരെ പേടിപ്പിച്ച് കാട്ടുസാധനങ്ങൾ മോഷ്ടിക്കാൻ വന്നതാ. ശിക്കാരി നമ്മളെ രക്ഷിച്ചു. കൈ നിറയെ സമ്മാനങ്ങളുമായി ശംഭു വീട്ടിലെത്തി. ദേ കണ്ടോ തേൻ? ആരെങ്കിലും പിന്നെയും പറ്റിച്ചോ? അല്ലെന്നേ, ഇത് ഒറിജിനലാ, കാട്ടിൽ നിന്ന്.